ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ക്രീം ബൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ ഈസിയായി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുവേണ്ടി 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലിന് ചെറിയ ചൂട് എന്തായാലും വേണം. അതിൽ നിന്ന് 1/4 കപ്പ് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ് കൂടി നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് പിന്നെ 2 കപ്പ് മൈദ 250 ml 2 കപ്പ് മൈദയാണ് നമ്മൾ ചേർക്കേണ്ടത്. നന്നായി അത് മിക്സ് ചെയ്ത് എടുക്കുക. അത് കൈകൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള പാലും കൂടി കുറച്ച് ഒഴിച്ച് ഇളക്കി നന്നായി യോജിപ്പിച്ച് എടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കണം. തണുപ്പില്ലാത്ത ബട്ടർ വേണം. തണുപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ മെൽറ്റാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. അത് എന്നിട്ട് നന്നായി കുഴയ്ക്കണം. അത് ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിട്ട് അതമ്മലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ കുഴച്ച് ഇതേ പരുവത്തിലാക്കിയെടുത്ത് അതിൻ്റെ മീതെ ഓയിൽ തടവി വെക്കുന്ന പാത്രത്തിലും ഓയിൽ തടവിയിട്ട് വേണം വയ്ക്കാൻ. അതിൻ്റെ മീതെ ഒരു നനഞ്ഞ തുണി ഇടണം. പിന്നീട് ഒരു 2 മണിക്കൂർ അത് പൊങ്ങാൻ വേണ്ടി വെക്കണം. 2-3 മണിക്കൂർ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ 2 മണിക്കൂറായാലും വെച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കുഴച്ച് ഉരുളകളാക്കി നല്ല ഷേപ്പിൽ ഉരുളകളാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളത് ഉരുളകളാക്കിയിട്ട് പരത്തി വെക്കുന്ന പാത്രം ആ പാത്രത്തിലും ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടവിയിട്ട് വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ ഓരോ ഉരുളകളാക്കി അങ്ങനെ എടുത്ത് പതുക്കെ നല്ല ഷേപ്പാക്കി എടുത്ത് ബാക്കിയുള്ള ഉരുളകളും ഇതേപോലെ നമ്മൾ നല്ല ഷേപ്പിലാക്കി ഒരു പാത്രത്തിൽ എല്ലാതും സെറ്റാക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് സമയം കൂടി അതിൻ്റെ മീതെ ഒരു നനഞ്ഞ തുണി കുറച്ച് നേരം കൂടി അതിൻ്റെ മീതെ ഇടുക. ആ നേരം കൊണ്ട് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. ഓയിൽ നല്ല ചൂടായതിന് ശേഷം സിമ്മിലാക്കണം. ഇത് ഇടുന്നതിന് മുമ്പ് നല്ല സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ബണ്ണിൻ്റെ ഇത് ഇടാനായിട്ട്. സിമ്മിൽ കിടന്നിട്ട് വേണം ഇത് വേവാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. അങ്ങനെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കുക്ക് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് മാറ്റി ഒരു പാത്രത്തിൽ വയ്ക്കാം. നല്ല ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്കുള്ള ക്രീം തേക്കാൻ വേണ്ടിയിട്ട്. ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. അതിലേക്ക് 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബട്ടറും പഞ്ചസാരയുടെ പൊടിയും കൂടി നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ബണ്ണ് ചൂടാറിയ ഇതേപോലെ കത്തി വെച്ച് നമ്മൾ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കീറിക്കൊടുത്ത് അതിലേക്ക് ക്രീം അപ്ലൈ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ബൺ റെഡിയായി. എപ്പോഴെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല ടേസ്റ്റാണത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.